ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ പുറംഭാഗം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റെപ്സൊക്കെ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. തണുത്തു പോയാലും കൊഴിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേണം ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങും ഇതുപോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നീളത്തിനൊന്ന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പിൽ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കിതുപോലെ നീളത്തിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് തണുത്ത വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്കിതുപോലെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താലും മതിയാവും. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറം ഭാഗം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്കും എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഉരുളക്കിഴങ്ങിൽ നിന്നൊന്ന് മാറിക്കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് തണുത്ത വെള്ളത്തിലൊന്ന് വെച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഉരുളക്കിഴങ്ങും നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 5-6 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു പകുതിയോളം ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. നമുക്ക് കയ്യിലെടുത്തൊന്ന് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പച്ച ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് വെന്ത പരുവത്തിൽ ഇരിക്കും. ഈ ഒരു രീതിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റി നമുക്കിത് വെള്ളം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു ടവലിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്കോ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തന്നെ ഇതിൻ്റെ പുറത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് മാറ്റി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമേ നമുക്കിതടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു ടവൽ വെച്ചിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ ഒന്ന് തുടച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതിയോളം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം തന്നെ ഒരേപോലെ ഒരു കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പുറം ഭാഗം ഇതുപോലൊരു ഗോൾഡൻ കളറായി വരും. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.